കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. പരിശുദ്ധ മറിയം ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവർ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച ആളാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിന് ഒന്നും 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 അസാധ്യമല്ലല്ലോ. മറിയം ഒരു നിമിഷം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കനിൽ നിറവേറട്ടെ. എന്റെ ദൈവം യുദ്ധം ചെയ്യിക്കുന്നത് വാളും കുന്തവും പരിചയം കൊണ്ടല്ല, തന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. അതേ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഫയർ ഓൺ യു. തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം. എനിക്കാ ചിന്തിയ രക്തം, ക്രൂശിൽ ചിന്തിയ രക്തം, എനിക്കാ ചിന്തിയ രക്തം, ക്രൂശിൽ ചിന്തിയ രക്തം. യേശുവിൻ തിരുരക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം. പാപം പോക്കും രക്തം, ശാപം നീക്കും രക്തം, പാപം പോക്കും രക്തം, ശാപം നീക്കും രക്തം. സാത്താനെ തകർത്ത രക്തം, യേശുവിൻ തിരുരക്തം, സാത്താനെ തകർത്ത രക്തം, യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം. വീണ്ടെടുത്ത രക്തം, തൻ സ്വന്തമാക്കിയ രക്തം, എന്നെ വീണ്ടെടുത്ത രക്തം, തൻ സ്വന്തമാക്കിയ രക്തം, ജീവൻ നൽകും രക്തം, യേശുവിൻ തിരുരക്തം, ജീവൻ നൽകും രക്തം, യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം, തിരുരക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം. നമ്മുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമുക്ക് താണ്ട് പറയാം, യേശു ഞാനൊരു പാപിയാണ്. ഈ പ്രാർത്ഥന ഏറ്റു പറയാം. പിതാവായ ദൈവമേ, എൻ്റെ ശരീരവും ഹൃദയവും മനസ്സും ആത്മാവും
എൻ്റെ ജീവിതം മുഴുവനും ഒരു ബലിയായി ഞാൻ തരുന്നു കർത്താവേ. എന്നെ സ്വീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ, അവിടുന്ന് കടന്നു വരണമേ. എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏറ്റു പറയുന്നു, ഞാനൊരു പാപിയാണ്. അവിടത്തേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ തിരുനാമത്തിനെതിരായി, അവിടുത്തെ തിരുവചനത്തിനെതിരായി, അവിടുത്തെ കൽപ്പനകൾക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് പൊറുക്കണമേ. നിരവധിയായ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്താൽ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ എന്നെ യോഗ്യമായ ഒരു പാത്രമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. അവിടുത്തെ വചനം അയച്ച് എന്നെ വിടുവിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. യേശുവേ, അലിവുണ്ടാകണമേ. എൻ്റെ നിരവധിയായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ, അലിവ് തോന്നണമേ. യേശുവേ, യേശുവേ, ദൈവപുത്ര, ലോകരക്ഷക, അലിവ് തോന്നണമേ, കരുണ തോന്നണമേ. എൻ്റെ പാപങ്ങൾ എന്നോട് പൊറുക്കണമേ. യേശുവേ, 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 ദൈവപുത്ര, യേശുവേ, എന്നോട് അലിവ് തോന്നണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. തിരുവചനത്തിലൂടെ, തിരുവചനത്തിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നിരവധിയായ പാപങ്ങൾ എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്. യെശയ്യാ 43:4, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാം തിരിച്ചറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം തള്ളപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും, എത്രമാത്രം മറ്റുള്ളവരാൽ നാം വെറുക്കപ്പെട്ടവരാണെങ്കിലും ശരി, ദൈവം നമ്മോട് എപ്പോഴും പറഞ്ഞ ഒരു വാക്കുണ്ട്: നീ എനിക്ക് പ്രിയങ്കരനും പ്രിയങ്കരിയുമാണ്, നീ എനിക്ക് അമൂല്യനും അമൂല്യമാണ്, നീ എനിക്ക് ബഹുമാനിയാണ്. അതാണ് ദൈവം, അതാണ് കർത്താവ്. നമ്മുടെ പാപങ്ങൾ നോക്കി നമ്മളെ ശപിക്കുന്നവനല്ല വിടുന്ന, നമ്മുടെ പാപങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മക്കളുടെ പരാജയം കണ്ട്, മക്കളുടെ നാശം കണ്ട് ഹൃദയം തകരുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടുന്ന് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: തിരിച്ചു വരിക, നിന്റെ പാപത്തെ ഉപേക്ഷിച്ച് തിരിച്ചു വരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ആ ശമരിയക്കാരിയോട് കർത്താവ് പറഞ്ഞതാണ്: നീ പശ്ചാത്തപിക്കുക, നീ മാനസാന്തരപ്പെടുക, നിനക്ക് രക്ഷയുണ്ടാകും. അന്ന് ആ സ്ത്രീ പശ്ചാത്തപിച്ചു, അവൾ മാനസാന്തരപ്പെട്ടു, അവൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, അവൾ യേശുവിനെ സാക്ഷിയായി മാറി. ആ ശമരിയ പട്ടണത്തെ മനസ്സാന്തരപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ഒരു വെളിച്ചമായി, ഉപകരണമായി ദൈവം അവളെ മാറ്റി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച് നമുക്ക് തന്നെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവേ നീ ഇറങ്ങി വരണേ. കർത്താവേ, എന്നെ മാറ്റണമേ. ദൈവമേ, ഞാൻ ആയിരിക്കുന്ന പാപത്തിൻ്റെ തടവിലേക്ക് ഇറങ്ങി വരണമേ. യേശുവേ, എന്നെ വിടുവിക്കണമേ. എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, പാപിയായതിനോട് കരുണ കാണിക്കുന്ന കർത്താവേ, ഇതാ ദൈവമേ, എൻ്റെ ജീവിതം തരുന്നു. കർത്താവേ, എന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് എന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തുതി, അവിടത്തേക്ക് സ്തോത്രം, അവിടത്തേക്ക് മഹത്വം. നമ്മുടെ കൈകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, കണ്ണിലടയ്ക്കാം. നമ്മായിരിക്കുന്ന അവസ്ഥ എത്ര ഭീകരമായിക്കൊള്ളട്ടെ, എത്ര മ്ലേച്ഛമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. അതികഠിനമായ വേദന, സഹനം, പീഡകൾ ആരും സഹായിക്കാനായിട്ടില്ല. ജീവിതത്തിൽ എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി മരണമല്ലാതെ മറ്റൊരു വഴിയുടെ മുമ്പിലില്ല. കർത്താവ് നിന്നോട് പറയുകയാണ്, യെശയ്യാ 43:2 നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നീ നദികൾ കുറുകെ കിടക്കുമ്പോൾ നിന്നെ മുക്കിക്കളയുകയില്ല. നീ അഗ്നിയിലൂടെ കടന്നു പോയാലും ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ രക്ഷകനും നാഥനുമായ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ കൂടെയുണ്ട്. ഓരോ നിമിഷത്തിലും നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ സഹനങ്ങളിൽ ദൈവം കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആയിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, നിന്റെ ജീവിതം നീ കടന്നു പോകുന്ന വേദനയുടെ, രോഗത്തിൻ്റെ, തകർച്ചയുടെ, കണ്ണുനീരിൻ്റെ, ചുറ്റുപൊള്ളുന്ന പ്രശ്നങ്ങളുടെ അവസ്ഥ, സാമ്പത്തിക തകർച്ചയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് പറയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഐ ആം വിത്ത് യു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് വിളിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്, നീ എൻ്റേതാണ്, നീ എൻ്റേതാണ്. ഒരിക്കലും നമ്മെ തള്ളി പറയുന്നവനല്ല കർത്താവ്. സ്നേഹമാണ് അവിടുന്ന്. അവിടെ സ്നേഹത്തിൻ്റെ ശക്തിയും തെളിവും പൂർണ്ണതയുമാണ് അവിടുന്ന്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം, നമുക്ക് ആശ്രയിക്കാൻ. പ്രിയപ്പെട്ടവരെ, പത്രോസിനോട് ആഴത്തിലേക്ക് മാറ്റി വലയെറിയാൻ പറഞ്ഞപ്പോൾ പത്രോസ് ഒരു മുടന്തൻ ന്യായങ്ങളും പറയുന്നില്ല. അവൻ ഇത്രമാത്രം പറഞ്ഞ്, ഗുരു, ഞങ്ങൾ രാത്രി അധ്വാനം ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, എങ്കിൽ പോലും ഞാനൊരു മുഖവനാണ്, ഞാൻ ഈ കടലിൽ അരിച്ചു പറിക്കിയവനാണ്, ഒരു മീൻ പോലും കണ്ടെത്താൻ പറ്റിയില്ല. കർത്താവേ, എങ്കിൽ പോലും ഗുരു നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. പത്രോസോടെ യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറായി. അവൻ യേശുവിനെ എതിർക്കുന്നില്ല. ഞാനൊരു മുഖവനാണ്, നീ ഒരു തച്ചൻ്റെ മകനല്ലേ, നീ ആരാ എന്നോട് പറയാൻ, വലയെറിയാൻ പറയാൻ? ഈ കടൽ മുഴുവൻ ഞാൻ കണ്ട് അറിഞ്ഞിട്ടുള്ളവനാണ് എന്നൊന്നും അവൻ പറയുന്നില്ല. അവിടെ യേശുവിൽ നിന്ന് പുറപ്പെട്ട വചനം, യേശുവിൽ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി, പത്രോസിന് ലഭിച്ച ജീവൻ, യേശുവിനെ അനുസരിക്കുവാൻ അവന് കൃപ കൊടുക്കുകയാണ്. അവൻ പറയുകയാണ്, ഗുരു അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ദൈവമേ, ആ പത്രോസിനെ പോലെ, ശമരിയക്കാരിയെ പോലെ അങ്ങയുടെ ഓരോ വാക്കും വിശ്വസിച്ചുകൊണ്ട്, സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുവാൻ, അങ്ങേ അനുസരിക്കുവാനുള്ള കൃപ അനുഗ്രഹിക്കണമേ കർത്താവേ. അതിനെതിരെ നിൽക്കുന്ന അവിശ്വാസത്തിൻ്റെയും ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും എല്ലാ ദുഷ്ടശക്തികളും ദുരാത്മാക്കളും യേശുവിൻ്റെ നാമത്തിൽ ഹൃദയങ്ങളെ, മനസ്സിനെ വിട്ടു മാറിപ്പോകട്ടെ. വിടുതലുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, പ്രത്യാശയുണ്ടാകട്ടെ, വിശ്വാസമുണ്ടാകട്ടെ. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതാ പത്രോസ്, ശിമയോൻ യേശുവിനോട് പറയുകയാണ്, എങ്കിലും അങ്ങ് പറഞ്ഞതനുസരിച്ച് വലയിറക്കാം. 6-ാമത്തെ വചനം, ലൂക്കാ സുവിശേഷം 5:6. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വെള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ചു സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുമ്പോഴും നിറച്ചു. ഹല്ലേലൂയ. ഇവിടെ നോക്കുക, ശിമയോൻ ഒരു വലിയ അത്ഭുതം കാണുകയാണ്. യേശുവിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് മാറ്റി വലയെറിയാൻ പറഞ്ഞു. ഇത് അവർ വലയെറിഞ്ഞു, ആഴത്തിലേക്ക് മാറ്റി. എന്താ സംഭവിച്ചത്? വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. നോക്കുക, കർത്താവ് പറഞ്ഞു അല്പം മാറ്റി വലയെറിയാൻ പറഞ്ഞു. വലയെറിഞ്ഞു. വല വലിച്ചു പറ്റുമ്പോഴുണ്ട് വല നിറയെ മത്സ്യങ്ങൾ. പറഞ്ഞിരിക്കുകയാണ്, വല കീറി തുടങ്ങി. ആ ലഭിച്ച മത്സ്യങ്ങൾ അവർ ആ 2 വള്ളങ്ങൾ മുങ്ങാറാകുവോളം നിറച്ചു. കർത്താവ് വഞ്ചിക്കാത്തതുകൊണ്ട്, ഒരു ഈശോ ഇരുന്ന വഞ്ചി തന്നെ ആയിരിക്കാം ഒരു കൂട്ടർ മീൻ നിറയ്ക്കുന്നത്. 2 വള്ളങ്ങളിലാണ് മത്സ്യങ്ങൾ നിറയ്ക്കുന്നത്. അടുത്ത വചനം പറഞ്ഞിരിക്കുകയാണ്, 2 വള്ളങ്ങളും മുങ്ങാറോളം നിറച്ചു. 8-ാമത്തെ വചനം, ശിമയോൻ പത്രോസ് അത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്
കർത്താവേ എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു യേശു പറഞ്ഞ് ആഴത്തിലേക്ക് മാറ്റി വലയെറിയാൻ പറഞ്ഞു. അപ്പോൾ ഈശോ ഇരുന്ന് അതേ വള്ളത്തിൽ, പത്രോസും വള്ളത്തിൽ കയറി വലയെടുത്തു. വള്ളം അല്പം കൂടി അകലേക്ക് മാറ്റിയവർ എന്നിട്ട് വലയെറിഞ്ഞു. വല വലിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടംപോലെ മത്സ്യങ്ങൾ കൊണ്ട് ആ വള്ളം നിറച്ചു, അടുത്ത വള്ളവും നിറച്ചു. ഈ മത്സ്യത്തിൻ്റെ പെരുപ്പം കണ്ടുകൊണ്ട് പത്രോസ് അത്ഭുതസ്ഥനായി പോയി. അവൻ നേരെ ചെന്ന് യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. എന്നിട്ട് പറയുക, കർത്താവേ, അവൻ വിളിക്കുകയാണ്, കർത്താവേ ഞാൻ പാപിയാണ്, എന്നൊന്നും അകന്നു പോകണമേ. തൻ്റെ മുമ്പിൽ നിൽക്കുന്നവനെ പത്രോസ് തിരിച്ചറിയുകയാണ്. അവന് മനസ്സിലായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രഘോഷകനല്ല, ഒരു പ്രവാചകനല്ല അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ദൈവമാണ്. പത്രോസ് തിരിച്ചറിവുണ്ടായി. അതിൻ്റെ കാരണം, ഈ കടലിൽ ഈ കഴിഞ്ഞ രാത്രി ഇത്രയും അധ്വാനം ഒറ്റ മീൻ പോലും കിട്ടാതിരുന്നിട്ട് ഇവൻ പറഞ്ഞു ഒരു വാക്ക് വിശ്വസിച്ച് വലയെറിഞ്ഞപ്പോഴുണ്ട് നിമിഷ നേരം കൊണ്ട് വല നിറയെ മത്സ്യങ്ങൾ, 2 വള്ളങ്ങൾ, മുങ്ങറകളോ മത്സ്യങ്ങൾ. ഇത് ചെയ്യുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. ഈ അത്ഭുതം ചെയ്യാൻ ആരെ കൊണ്ടും സാധിക്കത്തില്ല. ഇത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അത് പത്രോസിന് മനസ്സിലായി. തൻ്റെ മുമ്പ് നിൽക്കുന്നത് ദൈവമാണെന്ന് മുമ്പിൽ നിൽക്കുന്നത്. അവൻ വന്ന് കാലേ വീഴുകയാ, വിളിക്കുക കർത്താവേ എന്നാണ് വിളിച്ചത്. അതിന് മുമ്പ് വിളിച്ചത് ഗുരു എന്നാണ്. ഷിപ്പ് വിളിക്കുകയാണ്, കർത്താവേ ഞാൻ പാപിയാണേ. അവന് തിരിച്ചറിവുണ്ടായി. കർത്താവേ ഞാൻ പാപിയാണേ, അങ്ങനെ നിന്നും അകന്നു പോകണമേ. അവിടുത്തെ അടുത്ത് നിൽക്കാൻ യോഗ്യത എനിക്കില്ല. യേശുവിൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുക. നാം എത്രയോ നിസ്സാരാണ് തിരിച്ചറിവ്, പാപിയാണെന്ന് തിരിച്ചറിവ്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ രക്ഷയായിട്ട് മാറും. ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം, ദൈവമേ ഞാൻ എത്രയോ വലിയ പാപിയാണ്. അങ്ങ് പരിശുദ്ധനായ ദൈവം പത്രോസിന് തിരിച്ചറിവുണ്ടായി. അവൻ പറയുകയാണ്, കർത്താവേ അങ്ങ് അകന്നു പോകണമേ, എനിക്ക് അവിടുത്തെ അടുത്ത് നിൽക്കാൻ യോഗ്യത എനിക്കില്ല, അത്രയും വലിയ പാപിയാണ് ഞാൻ. അവൻ്റെ തിരിച്ചറിവുണ്ടായി. മറ്റൊരു കാര്യം കൂടി നമ്മുടെ വചനം നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം തകർന്നിരുന്നാലും, എത്രമാത്രം പ്രദേശം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, നിന്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ, നിന്റെ വഞ്ചിയിൽ യേശു ഉണ്ടെങ്കിൽ, അവൻ്റെ വചനം നീ അനുസരിച്ചാൽ നിന്റെ ജീവിതം അത് അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വഞ്ചിയിൽ, പത്രോസിൻ്റെ വഞ്ചിയിൽ യേശു ഉണ്ടായിരുന്നു. യേശുവിൻ്റെ വചനം അവനനുസരിച്ചു, അതവൻ അനുഗ്രഹമായി. സമ്പത്തുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടു പത്രോസ്. നമ്മുടെ ജീവിതത്തിൽ യേശു ഇല്ലാതെ പോയി പലപ്പോഴും തകർച്ചകൾ വന്നപ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് നിരാശ വന്നത്. യേശു ആ വഞ്ചിയിൽ ഉണ്ടായെങ്കിൽ യേശു ഇതിനോട് പറയും, നീ യേശുവിൻ്റെ വചനം അനുസരിക്കുക, യേശു പറയുന്നത് അനുസരിക്കുക, അവൻ നിന്നെ അനുഗ്രഹിക്കും. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കും, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുഗ്രഹിക്കും. നമുക്ക് ജീവിതത്തിൽ ഉറപ്പാക്കാം, എൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ട്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ട് ഞാൻ ഉറപ്പാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ, ഒരു മനുഷ്യൻ വിശ്വസിച്ചുകൊണ്ട് വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ടാകും. ആര് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും ഉണ്ടാകും. എന്ത് കുറവ് വന്നാലും കർത്താവിനെ ഇടപെടും, കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്, എൻ്റെ ജീവിതത്തിൽ അങ്ങുണ്ടാകണമേ ദൈവമേ. പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് വചനം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു. നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, വചനം മാംസമായി. മറിയത്തിൻ്റെ ഉദരത്തിൽ വചനം മാംസമായി, യേശുവായി ആ വചനം കടന്നു വന്നു. ഇന്നും നമുക്ക് തന്നോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞാൻ ശ്രമിക്കുന്ന ഓരോ വചനങ്ങളും കർത്താവേ എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കപ്പെടണം. യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലാണ് വസിക്കേണ്ടത്. അന്ന് പത്രോസിൻ്റെ വഞ്ചിയിൽ യേശു കടന്നു വന്നെങ്കിൽ ഇന്ന് യേശു ആഗ്രഹിക്കുകയാണ്, സഹോദര സഹോദരി നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ട്. അത് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിലേക്ക് വരാൻ യേശു ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ വചനം നീ വിശ്വസിച്ചുകൊണ്ട് അത് അനുസരിക്കുമ്പോൾ അത് അനുഗ്രഹമാണ്. വചനം മാംസമായി തീരുന്നു, അവിടെ യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നു, കർത്താവായി യേശു കടന്നു വരുന്നു. നമ്മുടെ ഹൃദയത്തിൽ യേശു ഉണ്ടാകണം. ഇവിടെ യേശു അത്ഭുതം ചെയ്ത് കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു പാപിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും യേശു പറയുകയാണ്, 10-ാമത്തെ വചനം, അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ ശബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശമീയനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ
പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. അത് വലിയൊരു അത്ഭുതമാണത്. യേശു പത്രോസിനോട് പറയുകയാണ്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അവൻ എന്തിനു വേണ്ടി അധ്വാനിച്ച് രാത്രി മുഴുവൻ? മനുഷ്യനെ പിടിക്കാനായിട്ടില്ല, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇതാ കർത്താവ് അവന് ആവശ്യമുള്ളതിലും എത്രയോ ഇരട്ടി പണം കൊടുത്തവനെ അനുഗ്രഹിച്ചു. 2 വള്ളങ്ങൾ മുങ്ങാറാകുവോളം മത്സ്യങ്ങൾ വിറ്റാൽ ഇഷ്ടം പോലെ പണം. അവൻ ചോദിച്ചാലും ഇരട്ടിയായി സമ്പത്ത് കൊണ്ട് ദൈവനെ അനുഗ്രഹിച്ചു, പത്രോസിനെ അനുഗ്രഹിച്ചു. പക്ഷെ പത്രോസ് എന്താ ചെയ്തത്? അവനത് കണ്ടപ്പോൾ സന്തോഷിച്ച് അതിലൊരു മത്സ്യം പോലും എടുക്കാൻ പത്രോസ് തയ്യാറായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ കാരണം പത്രോസിന് വേണമെങ്കിൽ ഇത്രയും സമ്പത്ത് എനിക്ക് കിട്ടിയല്ലോ, ഇതുകൊണ്ട് വിറ്റാൽ സുഖമായിട്ട് ജീവിക്കാം, കടകളൊക്കെ വീട്ടാം, വലിയ പ്രത്യാശ. പക്ഷെ അതിനും പറയാണ്, അവർ എല്ലാം ആ വള്ളങ്ങൾ പോലും ഉപേക്ഷിച്ചു. വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ യേശുവിൻ്റെ പിന്നാലെ പോയി യേശുവിനെ അനുഗമിച്ചു. എന്താ കാരണം? കാരണം പത്രോസിന് മനസ്സിലായി, ഈ കിടക്കുന്ന മത്സ്യങ്ങളെക്കാൾ സർവസമ്പത്തിനെയും ഉടയവനായ ഇതാ ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിനെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഇവനെ മതി. എനിക്ക് ഇവൻ്റെ അനുഗ്രഹമല്ല വേണ്ടത്, എനിക്ക് ഇവനെയാണ് വേണ്ടത്. ഇവൻ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറും എന്ന തിരിച്ചറിവിലാണ് പത്രോസ് വള്ളവും വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം പറ്റുന്നൊരു അബദ്ധമാണത്. അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നു, ആ അനുഗ്രഹത്തിന് പിന്നാലെ പോവുകയാണ്. അനുഗ്രഹിച്ചതിനെ വേണ്ട, യേശുവിനെ വേണ്ട. എത്രയോ പ്രാവശ്യം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ സമ്പത്തുകൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്, രോഗസൗഖ്യത്തിൽ നിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വേണം, പക്ഷേ യേശുവിനെ വേണ്ട. ഇവിടെ നമുക്ക് വേണ്ടത് എല്ലാറ്റിനും ഉടയവനായ യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവാൻ 1 പത്രോസ് 3:15 നമ്മോട് പറയുകയാണ്. യേശു ക്രിസ്തു കർത്താവായി നിന്റെ ഹൃദയത്തിലുണ്ടാകട്ടെ. അവൻ നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറും. അന്ന് പത്രോസിൻ്റെ വഞ്ചിയിലുണ്ടായിരുന്ന ഈശോ അവനോട് പറഞ്ഞു, ആഴത്തിലേക്ക് മാറ്റി വലയെറിയുക. ഇന്നും നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഈശോ നമ്മോട് പറയും നമ്മെ എന്താ ചെയ്യേണ്ടത്, നാം എങ്ങോട്ടാണ് പോകേണ്ടത്, നാം എന്താണ് പ്രവർത്തിക്കേണ്ടത്. നമ്മെ പഠിപ്പിക്കുന്ന, നമുക്ക് പറഞ്ഞു തരുന്നൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതം അത് അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറും. യേശു കൂടെ ഉണ്ടെങ്കിൽ അവനാണ് എല്ലാ അനുഗ്രഹത്തിൻ്റെയും ദാതാവ്, ഉറവിടം. അവൻ കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാ നന്മകളും ബാക്കിയെല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഉയർത്തിപ്പിടിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് എല്ലാ കണ്ണുകളും അടയ്ക്കുക. കർത്താവേ, എനിക്ക് അങ്ങയെ വേണം ഈശോയെ, എനിക്ക് അങ്ങയെ സ്വന്തമാക്കണം എൻ്റെ ദൈവമേ. ഞാനിവിടെ വന്നത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് കർത്താവേ. എന്നോട് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ. പലപ്പോഴും ഞാൻ അനുഗ്രഹം മാത്രം വാങ്ങി പോയിട്ടുണ്ട്, ഞാൻ അങ്ങയെ സ്വന്തമാക്കിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ കർത്താവേ. എന്നാൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവേ, എനിക്ക് അങ്ങയെ സ്വന്തമാക്കണം. അങ്ങൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം അത് അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറും. കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയിലേക്ക് കടന്നു വരണമേ. അങ്ങയുടെ വചനം വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമേ കർത്താവേ. യോഹന്നാന്റെ സുവിശേഷം 14:23 യേശു പറയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. യേശു പറയാണ്, ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ വചനം അനുസരിക്കണം. ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ. വീണ്ടും യേശു പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിച്ച് എൻ്റെ വചനം പാലിക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അവനെ എന്ന് പറഞ്ഞാൽ ആര് വചനം പാലിച്ച് എന്നെ സ്നേഹിക്കുന്നുവോ, ആര് യേശുവിനെ സ്നേഹിക്കുന്നുവോ, അവനെ ആര് സ്നേഹിക്കും? പിതാവ് സ്നേഹിക്കും. നോക്കുക, അപ്പോൾ യേശുവിനെയും പിതാവിനെ സ്വന്തമാക്കാനുള്ള മാർഗമാണ് ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കുക, വചനം അനുസരിച്ച് ജീവിക്കുക. ഞാൻ ഈശോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈശോയുടെ വചനം പാലിക്കും. വ്യക്തമായിട്ട് ഈശോ പറയുകയാണ് യോഹന്നാൻ 14:21 വചനത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അടുത്ത വചനം ഈശോ പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനം പാലിക്കുന്നില്ല. എൻ്റെ വചനം പാലിക്കാത്തവൻ എന്നെ സ്നേഹിക്കുന്നില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പാലിക്കും, എൻ്റെ വചനം അനുസരിക്കുവൻ. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമുക്കിതാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോയെ വേണം, നമുക്ക് പിതാവിനെ വേണം. അവിടെ യേശുവും പിതാവും ഉണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടാകും, അവിടെ സ്വർഗമുണ്ടാകും, നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ,
കണ്ണടയ്ക്കാം. നമുക്കത് ആഗ്രഹിക്കാം. ഇന്ന് ദൈവമേ ഈ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയിൽ എൻ്റെ ഹൃദയത്തിൽ യേശു ജനിക്കട്ടെ, യേശു പിറകട്ടെ എൻ്റെ ഹൃദയത്തിൽ. ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ജനിക്കട്ടെ. യേശു കർത്താവായ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരട്ടെ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ വചനം അനുസരിക്കുവാൻ, തിരുവചനത്തിലൂടെ എന്തെല്ലാം അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ടോ അത് വിശ്വസിക്കുവാൻ അനുസരിക്കുവാനും കൃപ തരണമേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ എന്നെ സഹായിക്കണമേ എൻ്റെ ദൈവമേ. അപ്രകാരം ഞാനങ്ങ് സ്നേഹിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ വലിയ വാഗ്ദാനമിലും അംശമായി തീരട്ടെ. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വസിക്കും, പിതാവിനിൽ വസിക്കും, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ വസിക്കും. അവിടെ പരിശുദ്ധ മറിയമുണ്ടാകും, അവിടെ മാലാഖമാരും വിശുദ്ധന്മാരും ഉണ്ടാകും. സ്വർഗം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും. ദൈവമേ, ഞാൻ അറിയുന്നു കർത്താവേ, എല്ലാ നന്മകളുടെയും ഉറവിടമായ, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ദാതാവായ, സകല സമ്പത്തിൻ്റെയും ഉടമയായ എൻ്റെ കർത്താവ് എന്നുള്ളിൽ വസിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒന്നിനും എന്നെ ഞെരുക്കുക സാധ്യമല്ല, എന്നെ തകർക്കുക സാധ്യമല്ല. എൻ്റെ ശരീരത്തിന് സൗഖ്യമുണ്ടാകും, എൻ്റെ മനസ്സിന് സമാധാനമുണ്ടാകും കർത്താവേ. എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്നെ ഒന്ന് വസിക്കണമേ കർത്താവേ. അങ്ങയുടെ വചനം അനുസരിക്കുവാൻ, വിശ്വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ, എന്നെ സഹായിക്കണമേ എൻ്റെ കർത്താവേ. അതിനെതിരെ നിൽക്കുന്ന എല്ലാ നാരീയ ശക്തികളും യേശുനാമത്തിനെ വിട്ടുപോകട്ടെ, എൻ്റെ ഹൃദയത്തെ വിട്ടുപോകട്ടെ, എൻ്റെ മനസ്സിനെ വിട്ടുപോകട്ടെ. എന്നെ സ്വാധീനിക്കുന്ന എൻ്റെ തലമുറകൾ യേശുനാമത്തിന് വിട്ടുപോകട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം, അവിടുത്തെ ശക്തി എന്നിലേക്ക് ഇറങ്ങി വരട്ടെ. നമ്മുടെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായി നമുക്ക് തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വരണമേ, വരണമേ കർത്താവേ. എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരണമേ യേശുവേ. എൻ്റെ കർത്താവായി കടന്നു വരണമേ, എന്നെ ഭരിക്കുവാൻ, എന്നെ നയിക്കുവാൻ, എന്നെ നിയന്ത്രിക്കുവാൻ, എന്നെ പഠിപ്പിക്കുവാൻ, എന്നെ വിശദീകരിക്കുവാൻ എന്നിലേക്ക് ഇറങ്ങി വരണമേ, കടന്നു വരണമേ. ഗ്ലോറിയ, 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 ഗ്ലോറിയ. എല്ലാ തിന്മയും എന്നെ വിട്ടുപോകട്ടെ, അന്ധകാരം മാറിപ്പോകട്ടെ, സാത്താൻ എന്നെ വിട്ടു മാറിപ്പോകട്ടെ. എനിക്കെൻ്റെ യേശുവിനെ സ്നേഹിക്കണം, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജോസഫ് എന്നാണ്, കണ്ണൂർ ജില്ലയിലെ കേളകം കൂട്ടായ്മയിൽ നിന്നാണ്. ഇന്നലത്തെ ആലപ്പുഴ ശുശ്രൂഷയിൽ വെച്ച് അതായത് 99 മുതലുള്ള ശ്വാസമുട്ടലിൻ്റെ അസുഖം മാറി, അത് പൂർണ്ണമായും മാറി. ഇന്ന് അതായത് വലിയ വേഗം പിടിച്ചു വന്നപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഈ സമയം വരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജനുവരി 26-ാം തീയതി തിരുവനന്തപുരത്ത് പ്രോഗ്രാം നടന്നപ്പോൾ ആദ്യം വൺ ഡേ പ്രോഗ്രാമിൽ കൂടുകയും എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച് നാളും പോലെ സൈനസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസം കൊണ്ട് എനിക്ക് അതിശക്തമായ ഭയങ്കര വേദന, ചവയ്ക്കാനൊന്നും പറ്റത്തില്ല, ഒരു ചോറ് പോലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, പല്ലെല്ലാം ആടുമായിരുന്നു. ഈ പ്രോഗ്രാം കൂടിയതിന് ശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം 3 ദിവസം അതിശക്തമായ ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥിച്ച ഈശോയെ എനിക്ക് പൂർണ്ണമായ സൗഖ്യം തരണേ. അതിനുശേഷം എൻ്റെ സൈനസിൻ്റെ അസുഖം വിട്ടു മാറി, അതുപോലെ എനിക്ക് പല്ലുവേദനയെല്ലാം മാറി, പല്ലിന് ഒരു കുലുക്കവും ഇല്ല. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ദൈവപുത്രനെ ഉയർത്തിയവൾ നീ, രക്ഷകനെ ഉയർത്തിയവൾ നീ, ദൈവപുത്രനെ ഉയർത്തിയവൾ നീ, രക്ഷകനെ ഉയർത്തിയവൾ നീ, തന്നെ ശൂന്യയാക്കി യേശുവിനെ തന്നവൾ നീ, തന്നെ ശൂന്യയാക്കി യേശുവിനെ തന്നവൾ നീ. അമ്മേ നിനക്കു നന്ദി, അമ്മേ നിനക്കു നന്ദി.